അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് ശാരീരികമായും മാനസികമായും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ആയുസ്സിൽ അദ്ദേഹം അനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല എന്ന് പറയേണ്ടി വരും. ആയുസ്സിൻ്റെ പകുതിയോളവും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ക്രൂരതകളും പീഡനങ്ങളുമാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ആശുപത്രി ചികിത്സയിലാണ്. അദ്ദേഹത്തിന് ഒരുപാട് പലവിധ പ്രശ്നങ്ങളുണ്ട്. BP-യുടെയും ഷുഗറിൻ്റെയും അതോടൊപ്പം കരളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല തവണകളിലായി അദ്ദേഹത്തിനെ വെന്റിലേറ്ററിലൊക്കെ പ്രവേശിപ്പിക്കുകയും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരുപക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥന അതുകൊണ്ട് തന്നെയാകണം ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലേക്ക് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി വീണ്ടും കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എപ്പോഴും കണ്ണീരണിയിപ്പിക്കുന്നതാണ്. ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം പിടഞ്ഞു പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ട ഒരു ഓഡിയോ സന്ദേശം, അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുകയാണ്. 27-ാം തീയതി അഥവാ നാളെ വ്യാഴാഴ്ച അദ്ദേഹത്തിന് വളരെയധികം നിർണായകമായ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ കിഡ്നിയൊക്കെ തകരാറിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പറേഷൻ നാളെ നടക്കാനിരിക്കുന്നു. വളരെയധികം ഗൗരവമായ ഒരു നിർണായകമായ ഒരു ഓപ്പറേഷനാണത്. അതിനുവേണ്ടി അദ്ദേഹം എല്ലാവരോടും ആത്മാർത്ഥമായ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും സന്തോഷത്തിലും സൗഖ്യത്തിലുമായിരിക്കുമെന്ന് കരുതുന്നു. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും റാഹത്തായ അവസ്ഥയിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോഴും വോയിസിലെന്നത് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് വല്ലാത്ത ആരോഗ്യാവസ്ഥയാണ്, വല്ലാത്ത പ്രതിസന്ധിയാണ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വിഷമകരമായ സാഹചര്യമാണ് അഭിമുഖീകരിക്കുന്നത്. എൻ്റെ ഈ ജീവിതത്തിനുള്ളിൽ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായി ശരീരത്ത് BP വല്ലാതെ കുറയുകയും അതുപോലെ തന്നെ BP കൂടുകയും, ഇടയ്ക്ക് BP എല്ലാ ദിവസവും രാവിലെ BP വല്ലാതെ കൂടുക, രാത്രിയാവുമ്പോൾ BP വല്ലാതെ കുറയുക എന്ന് പറഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. BP വളരെ താഴേക്കെത്തുക, എന്നിട്ട് ബോധക്കേടുണ്ടാവുക, മറ്റ് അസ്വസ്ഥതകളുണ്ടാവുക, കണ്ടിന്യൂ ആയിട്ട് ഈ ഒരവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിഷമകരമായൊരു സാഹചര്യമാണ്. അപ്പോൾ ഞാനിപ്പം ഈ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ്. ആ പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്തുന്നതിനോടൊപ്പം ഹീമോഡയാലിസിസും കൂടി ആരംഭിക്കേണ്ടി വന്നു. ആഴ്ചയിൽ 3 ദിവസം ഹീമോഡയാലിസിസും 4 ദിവസം പെരിറ്റോണിയൽ ഡയാലിസിസും എന്ന നിലയിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹീമോഡയാലിസിസ് ഈ 3 ദിവസം എന്നുള്ളത് മാറി ഇടയ്ക്ക് 4-5 ദിവസമൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു. പെരിറ്റോണിയൽ ഡയാലിസിസും അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു ദിവസങ്ങളിൽ പെരിറ്റോണിയൽ ഡയാലിസിസും ചെയ്യുന്നുണ്ട്. ശരീരത്തിന് അതികഠിനമായ ജർക്കിങ്, ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും വിറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, പോയി സംസാരിക്കുമ്പോൾ പോലും ആ ഒരു അവസ്ഥയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. മിക്ക ദിവസങ്ങളും ബോധക്ഷയം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന് തുല്യമായ അവസ്ഥയിലേക്ക് എത്തുക എന്ന വിഷമകരമായ സാഹചര്യങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. ഈ അടുത്ത ദിവസം ഇന്നലെയും രാത്രിയിൽ ഇവിടെ ICUലായിരുന്നു. അതും ഇന്ന് ICUവിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ പെട്ടെന്ന് സാധാരണ ഉണ്ടാകുന്നതിനാൽ വിരുദ്ധമായി ICUവിൽ അഡ്മിറ്റായി. എനിക്ക് ഒരുപാട് സമയം ICUവിൽ കിടന്നു, വിഷമങ്ങളൊക്കെ ഒരുപാട് സഹിച്ചു. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഠിനമായ BP, കുറയുന്ന
ഒരു സാഹചര്യം വന്നാലും വല്ലാതെ കുറഞ്ഞിട്ട് വല്ലാതെ വിഷമം ഉണ്ടാകുന്ന അവസ്ഥ. കൈക്ക് എപ്പോഴും തളർച്ചയും ബലക്ഷയവും ഉണ്ടാകും. ബാലൻസിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവുക, നടക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും ഒക്കെ മറിഞ്ഞു പോകുന്ന അവസ്ഥ വരിക. പിന്നെ യൂറിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഒരു സർജറി ഉണ്ട്. അത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ആ സർജറിയും മറ്റ് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നീക്കാനുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുടലിൽ അടുത്ത സമയത്ത് നോക്കുമ്പോൾ കുടലിനൊരു തടിപ്പുണ്ട്, അത് ബയോപ്സിക്ക് വിടണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുകയുണ്ടായി. ഇങ്ങനെ കാലിലെ പഴുപ്പും കാലിലെ മരവിപ്പുൾപ്പെടെയുള്ള ന്യൂറോപ്പതിക് ഇഷ്യൂ ഒക്കെ കൂടിയായിട്ട് ഒരു വിഷമകരമായ അവസ്ഥയിലാണ് ഉള്ളത്. ആരോഗ്യപരമായി വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ഇന്നലെ ഈ സമയത്ത് കൈകാലുകളൊക്കെ അടിച്ചിട്ട് തളർന്ന് ഇന്നലെ ICUവിലാണുള്ളത്. ഇന്നലെ UICയിലെന്ന് കരുതിയതാണ്. പക്ഷെ അതിന് പറ്റുന്ന അവസ്ഥയില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തേക്ക് വോയിസ് മാറ്റിയത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വിഷമസന്ധിയിൽ, അതായത് ആഴ്ചയിൽ 4 ദിവസവും 5 ദിവസവും ഒക്കെ ഡയാലിസിസും അതിനോടൊപ്പം പെർട്ടോണിയൽ ഡയാലിസിസും ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഇത് ചെയ്യുമ്പോൾ ശരീരത്തിന് അതിൻ്റെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത്, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നെഞ്ചിൻ്റെ ഭാഗം. അവിടുന്ന് എടുക്കുന്ന നരമ്പുകളിലൂടെയാണ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായത് എന്ന പേരിലാണ് ഡോക്ടർമാർ അവിടുന്ന് നരമ്പുകൾ ഇത് ചെയ്തിട്ട് കാര്യങ്ങൾ നീക്കി തുടങ്ങിയത്. പക്ഷെ അതൊന്ന് അസ്വസ്ഥമായി അവിടെ ഇപ്പം ആ ഡയാലിസിസിന് വേണ്ടി നെഞ്ചിൻ്റെ ഭാഗത്ത് നരമ്പുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പിന്നെ അത് ചെയ്യുമ്പോഴും അതും കിട്ടാത്ത, ആ നരമ്പുകളിൽ പോലും ഫ്ലോ കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥ. എനിക്കുള്ളൊരു വിഷമസന്ധിയാണ്. ഈ സന്ദർഭത്തിൽ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ള ഒരേ ഒരു പരിഹാരം മാത്രമാണ് മുമ്പിലുള്ളത്. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒന്ന്, കിഡ്നി മാറ്റിവെക്കുമ്പോൾ എനിക്ക് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. മൂത്രം പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിനു വേണ്ടി പ്രത്യേകം ഒരു ഉറ ശരിയാക്കി ആ ഉറയിലൂടെ മൂത്രം തങ്ങി മണിക്കൂറുകൾ ഇങ്ങനെ തങ്ങിക്കിടക്കുക, അതിനുശേഷം ഓപ്പൺ ചെയ്ത് വിടുക, അങ്ങനൊരു അവസ്ഥയാണ്. അതും ചെയ്യേണ്ട സാഹചര്യമാണ്. അതും ഈ സർജറിയോടൊപ്പം നടക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ കുറേ അധികം പ്രശ്നങ്ങൾ, കരോട്ടിഡ് ആർട്ടറിയോട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, വളരെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ സർജറിയിലേക്ക് പോകുന്നത്. കിഡ്നി മാറ്റിവെക്കൽ സർജറി, അതിനോടനുബന്ധമായ മറ്റ് സർജറിയിലേക്കും പോകുന്നു. അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. നാഥനാണ് നമ്മളെ സഹായിക്കുന്നത്. റബ്ബിൻ്റെ സഹായമല്ലാത്ത ഒരു സഹായവും നമുക്കില്ല. ആ സഹായത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഈ കിഡ്നി മാറ്റിവെക്കലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് കിഡ്നി മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച ആണ് കിഡ്നി മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഖൈറായ നിലയിൽ നടക്കാനും വിജയിക്കാനും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ സുപ്രധാനമായ കാര്യമാണ്. നിങ്ങളതിനെ ഗൗരവമായി തന്നെ കാണുക. ആ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുക. പ്രിയ സഹോദരങ്ങളെ, 2 കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, എനിക്ക് കിഡ്നി തരുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് കിഡ്നി തരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ വളരെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരന് ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരൻ്റെ കുടുംബത്തിനും അല്ലാഹു തആല എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി ഖൈറായ അവസ്ഥ പ്രദാനം ചെയ്ത് ജീവിത വിജയവും പരലോക വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തത്,
നമുക്ക് ഈ ചികിത്സയിലേക്ക് കടക്കുന്നതിന് വളരെ സഹകരിച്ച ഡോക്ടർ ഇക്ബാൽ ഉൾപ്പെടെയുള്ള സംഘം വെറും ഒരു ഡോക്ടറുടെ ഇടപെടലായിരുന്നില്ല. ഒരുപാട് ഘട്ടങ്ങളിൽ വല്ലാതെ തളർന്നു പോയ അവസരത്തിൽ, വളരെ വിഷമകരമായ സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തന്നെ രാത്രികളിലും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് വരികയും ഞാൻ ബോധാവസ്ഥയിൽ കിടക്കുമ്പോഴുൾപ്പെടെ വളരെയധികം സൗഹൃദപൂർവമായ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ സത്യത്തിൽ എനർജി നൽകുന്ന, നമുക്കൊക്കെ എനർജി നൽകുന്ന ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കറിയാം, റമളാൻ നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന അത്തരം പവിത്രമായ ദിനങ്ങളിൽ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി മഅദനി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ദുആ ചെയ്യേണ്ടത് ഒരുപക്ഷെ നമ്മുടെ കടമയാണെന്ന് പറയേണ്ടി വരും. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി, മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇത്രയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.